രാത്രിയിലും പകലിലുമെല്ലാം നമ്മുടെ ഉറക്കങ്ങളിൽ അനേകം സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതും പിന്നീട് നമ്മൾ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമാണ്. എന്നാൽ മറ്റു ചില സ്വപ്നങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്നതും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥതകൾ നൽകുന്നതും അങ്ങനെയുള്ള ഭീതിതമായ സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. സ്വപ്നങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് കേവലം നമ്മൾ ഉറക്കത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല. എല്ലാ സ്വപ്നങ്ങളും ആ നിലക്കുള്ള കാഴ്ചകളും മനസ്സിൻ്റെ ചിന്തകളും മാത്രമല്ല. ചില സ്വപ്നങ്ങൾ അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളും വലിയ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന സ്വപ്നങ്ങളുമുണ്ട്. പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ആ നിലക്കുള്ള സ്വപ്നങ്ങളെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ ധാരാളമായി വിശദീകരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ 12-ാമത്തെ അധ്യായം സൂറത്തുൽ യൂസുഫിന്റെ തുടക്കത്തിൽ അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്വപ്നം എടുത്തു കൊടുക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നം, യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. എൻ്റെ ഉപ്പ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം നമിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്ന ആ സന്ദർഭം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു കൊടുക്കുകയാണ്. ശേഷമുള്ള ആ ചരിത്രം, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ചരിത്രമാണ്. കാലങ്ങൾ പിന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ട് പല ഘട്ടങ്ങൾ കടന്നുപോയി അവസാനം തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിൽ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് നബിയുടെ ഭാര്യയും 11 മക്കളും യൂസുഫ് അലൈഹിസ്സലാമിന് സാഷ്ടാംഗം നമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, ഹാദാ തഅ്വീലു റുഇയായ മിൻ ഖബ്ൽ. ഇതിനു മുമ്പ് ഞാൻ കണ്ട ആ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ്, അത് നടപ്പിലാകുന്ന രംഗമാണിത് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്. സ്വപ്നം എന്ന് പറയുന്നത് അതിന് യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അത് വഹിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നും വഹിയുമായി പ്രവാചകന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് പോലെ അവർക്ക് നൽകപ്പെടുന്ന ഒരു വഹിയിന്റെ മറ്റൊരു രൂപമാണ് സ്വപ്നങ്ങളിലൂടെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കണമെന്ന സ്വപ്നത്തിൽ ദർശിച്ചതിൽ മാത്രം അദ്ദേഹം മകനോട് സ്വപ്നത്തിൽ ഇതാ നിന്നെ അറുക്കാൻ എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മകനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ സ്വപ്നങ്ങളും അവർക്കുള്ള വഹിയാണ്. അതിലെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മതപരമായ നിയമങ്ങളാണ്. അതേപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ സ്വപ്നങ്ങൾ അതൊരു വലിയൊരു ഭാഗവും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വപ്നങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ സ്വപ്നം, റുയൽ മുസ്ലിമി ജുസ്ഉം മിൻ 45 ജുസ്അം മിൻ നുബുവ. നുബുവത്തിന്റെ 45 ഭാഗങ്ങളിൽ, അംശങ്ങളിൽ ഒരു അംശമാണ് ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് നുബൂവത്തിന്റെ ഒരു അംശമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റിസാലത വൻ നുബൂവത ഖദ് ഇൻഖതഅത്. ഇതോടുകൂടി നുബൂവത്തും റിസാലത്തും ഒക്കെ അവസാനിക്കുകയാണ്. ലാ നബിയ ലാ റസൂല ബഅദി വലാ നബിയ. എനിക്ക് ശേഷം ഒരു നബിയോ ഒരു റസൂലോ ഇനി വരാനില്ല. അഥവാ വഹി ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വലാകിനിൽ മുബശ്ശിറാത്ത്. പക്ഷേ സന്തോഷ വാർത്തകൾ ഇവിടെ അവശേഷിക്കും. സ്വഹാബകൾ ചോദിച്ചു, പ്രവാചകരെ, വമൽ മുബശ്ശിറാത്ത്, എന്താണ് ആ സന്തോഷ വാർത്തകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബിയൽ മുസ്ലിമീൻ, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിൽ അവൻ കാണുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അത് നുബൂവത്തിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ രാത്രികളിൽ കാണുന്ന സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന സ്വപ്നങ്ങളുണ്ട്. എല്ലാം കേവലം പേക്കിനാവുകൾ മാത്രമല്ല. ഒരു വിശ്വാസിയുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി പുലരുന്ന രംഗങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. ഇതൊരു വലിയ അത്ഭുതമാണ്. വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന സന്തോഷ വാർത്തയാണ്, മുബശ്ശിറാത്താണ്, സന്തോഷ വാർത്തയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിന് ഉറപ്പുണ്ടാകാൻ, അവർക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള സന്തോഷ വാർത്തകൾ സ്വപ്നങ്ങളിലൂടെ നൽകും. അതുകൊണ്ട് തന്നെ എല്ലാ സ്വപ്നങ്ങളും ഒരുപോലെയല്ല, എല്ലാവരുടെ സ്വപ്നങ്ങളും ഒരുപോലെയല്ല. സ്വപ്നങ്ങൾ 3 നിലക്ക് കാണുന്ന ആളുകളുണ്ട്. ഒന്നാമത്തേത് പ്രവാചകന്മാരാണ്, അവരുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹിയാണ്. രണ്ടാമത്തേത് വിശ്വാസികളുടെ സ്വപ്നമാണ്, അവരുടെ സ്വപ്നങ്ങളിൽ ഭൂരിഭാഗവും മുബശ്ശിറാത്തുകളാണ്, യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തേത് തെമ്മാടികളായ മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളാണ്. അതിൽ ഭൂരിഭാഗവും അവർക്ക് പ്രയാസകരമായി തീരുന്ന പിശാചിൽ നിന്നുണ്ടാകുന്ന സ്വപ്നങ്ങളാണ്, പേക്കിനാവുകൾ മാത്രമാണ്. അതേപോലെ തന്നെ സ്വപ്നങ്ങളും 3 നിലക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. 3 നിലക്കാണ് സ്വപ്നങ്ങൾ. ഒന്നാമത്തേത് പിശാച്, പിന്നെ ആ സ്വപ്നത്തിലൂടെ ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ഭീതിതമായ സ്വപ്നങ്ങൾ. രാത്രി നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ അസ്വസ്ഥരാക്കി തീർക്കുന്ന അനേകം കാഴ്ചകൾ, സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ കാണാറുണ്ട്. പലപ്പോഴും ആ സ്വപ്നങ്ങളിൽ കണ്ട കാഴ്ചകളിൽ നമ്മൾ ഞെട്ടി ഉണരുകയും അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭയപ്പാടായി പല ആളുകൾക്കും അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് പിശാച് ആ ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. രണ്ടാമത്തേത്, പകലിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് രാത്രിയിൽ സ്വപ്നമായി കാണാറുണ്ട്. മൂന്നാമത്തേത്, നുബൂവത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വപ്നം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തെ മൊത്തത്തിൽ 3ആയിട്ട് നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വപ്നങ്ങളും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഈ നിലക്ക് ഓരോ സ്വപ്നങ്ങളിലും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല സ്വപ്നം കാണുമ്പോൾ, ചീത്തയായ സ്വപ്നം കാണുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അതെല്ലാം ഒരുപോലെ കണ്ട് കാണുന്നവരോടൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ പറഞ്ഞു നടന്ന് അങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് കാലങ്ങളോളം പേടിയോടുകൂടി നടക്കണം എന്നതല്ല. ഓരോ സ്വപ്നങ്ങൾ കാണുന്നിടത്തും അതിൽ സ്വീകരിക്കേണ്ട മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല സ്വപ്നങ്ങൾ, മുബശ്ശിറാത്തുകളായ, നമ്മളെ സന്തോഷപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒന്നാമതായി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുബശ്ശിറാത്തുകൾ, നല്ല സ്വപ്നങ്ങൾ, അർറുബിയ സ്വാലിഹ മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽയഹ്മദില്ലാഹ അലൈഹ, നിങ്ങൾ അതിൽ അല്ലാഹുവിനെ സ്തുതിക്കണം. നിങ്ങൾക്ക് ആ ഒരു മുബശ്ശിറാത്ത്, ഒരു സന്തോഷ വാർത്ത, ഒരു നല്ല സ്വപ്നം നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അതൊരു പക്ഷേ യാഥാർത്ഥ്യമായി നടന്നേക്കാം. അതേപോലെ തന്നെ ആ കണ്ട മുബശ്ശിറാത്ത് അത് യാഥാർത്ഥ്യമായി പുലരുവാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കോട് അത് പറഞ്ഞു കൊടുക്കുക. ആരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? എല്ലാവരോടും നമ്മൾ കണ്ട നല്ല സ്വപ്നങ്ങൾ പറയാൻ പാടില്ല. ഒരു പക്ഷേ നമ്മൾ പറയുന്ന ആളുകൾ ആ വിഷയത്തിൽ നമ്മളോട് അസൂയ ഉള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് ദോഷകരമായി തീരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ട വിവരം ഉപ്പയെ അറിയിക്കുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളോട്
തങ്ങളോട് അസൂയ വെച്ച് പുലർത്തുന്ന തങ്ങളുടെ സഹോദരങ്ങളെ അറിയിക്കരുത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയത്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നാട് മുഴുവനും വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയുക, അവർ തന്നെ നിന്നോട് ഗുണകാംക്ഷയുള്ള അറിവുള്ള ആളുകളെ നീ അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരു സ്വപ്നം കാണുമ്പോൾ അതിലൊരുപാട് സുന്നത്തുകൾ നമുക്ക് നടപ്പിലാക്കാറുണ്ട്. കേവലം ഒരു സ്വപ്നമായി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതിൽ തന്നെ നമുക്ക് ഒരുപാട് സുന്നത്തും അതിൽ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കാനുണ്ട്. അത് ജീവിതത്തിൽ നമുക്ക് വലിയ ഹൈറുകൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു ദുസ്വപ്നം കണ്ടാൽ, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ദുസ്വപ്നം കണ്ടാൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹൽമു അർറുദിയ സൂ, മോശപ്പെട്ട ദുസ്വപ്നം മിനശ്ശൈത്താൻ, ഇത് പിശാചിൽ നിന്നുള്ളതാണ്. അപ്പൊ പിശാചിൽ നിന്നും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണും. തിന്മകൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തിന്മകളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ നിലകൊള്ളുന്ന, അതല്ലെങ്കിൽ നമുക്ക് ദുരിതങ്ങളോ പ്രയാസങ്ങളോ ബാധിക്കുന്നതായിട്ടുള്ള, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മുടെ ഭയവിഹരമാക്കി തീർക്കുന്ന സ്വപ്നങ്ങളും കാഴ്ചകളും നമ്മൾ കണ്ടേക്കാം. അത്തരം സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഒന്നാമതായി, നമ്മളങ്ങനെ സ്വപ്നം കണ്ടു ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് 3 വട്ടം പാറ്റി തുപ്പുക എന്നുള്ളത്. തുപ്പല് ചെറിയ തോതിൽ തെറിക്കുന്ന വിധത്തിൽ പാറ്റി തുപ്പുക, 3 തവണ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തുപ്പുക എന്നുള്ളത് ഒരു മര്യാദയായി, സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, 3 തവണ അള്ളാഹുവിനോട് പിശാചിൽ നിന്നും ശരണം തേടുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ആ കണ്ട സ്വപ്നം നമുക്ക് ഷർറായി ഭവിക്കാതിരിക്കാൻ കണ്ട സ്വപ്നത്തിന്റെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുക എന്നുള്ളതാണ്. നാലാമത്തത്, കിടക്കുന്ന ഭാഗം വലതുഭാഗത്താണ് ചെരിഞ്ഞു കിടക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് നിന്നും ഇടതുഭാഗത്തേക്ക് ആ ഭാഗം മാറി കിടക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു മര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നമ്മൾ മോശപ്പെട്ട എന്തെങ്കിലും സ്വപ്നങ്ങൾ ദർശിച്ചാൽ ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല. അതൊരു പക്ഷേ നമുക്കൊരു ഉപദ്രവകരമായി ഭവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ആരോടും പറഞ്ഞു നടക്കാതിരുന്നാൽ അത് നമുക്കൊരു പ്രയാസവും ഉണ്ടാക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ പാലിക്കാൻ പറഞ്ഞ മര്യാദകൾ കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സ്വപ്നത്തിന്റെ വിഷയത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച് സ്വപ്നം എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രമാണമായി കൊണ്ടു നടക്കുന്ന പല വിഭാഗങ്ങളെ നമുക്ക് കാണാം. സൂഫികളും ത്വരീഖത്തിന്റെ ആളുകളും, അവർക്ക് സ്വപ്നം തന്നെ ഒരു പ്രമാണമാണ്. സ്വപ്നത്തിൽ കണ്ട പല കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഇബാദത്തുകൾ ഉണ്ടാക്കി, കുറെ ദിക്റുകൾ ഉണ്ടാക്കി, കുറെ സ്വലാത്തുകൾ ഉണ്ടാക്കി അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ. നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിയപ്പെട്ട പല സ്വലാത്തുകളും, സ്വലാത്തുൽ ഫാത്തിഹ പോലെയുള്ള പല സ്വലാത്തുകളും ഈ ആരൊക്കെയോ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ബിദ്അത്തുകളാണ്. മാത്രമല്ല പല ദിക്റുകളും, ഇത്ര തവണ ഇന്ന നേരം ദിക്ർ ചൊല്ലാൻ ഞാൻ സ്വപ്നം കണ്ടു, പ്രവാചകൻ എന്നോട് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു എന്നോട് നേരിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയ കുറ്റകരമായ, വലിയ പാപകരമായ കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ ഒരു മതവിധിയും സ്ഥിരപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സ്വപ്നക്കഥകളുമായി സമൂഹത്തിൽ തെറ്റായ വിശ്വാസവും ആചാരവും അത് പ്രചരിപ്പിക്കുന്ന അതിന്റെ പേരിൽ ഒരുപാട് സമ്പത്ത് വാങ്ങിക്കൂട്ടുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കാണുന്ന വിഷയത്തിൽ പഠിപ്പിച്ച മര്യാദകൾ എന്തോ അതുമാത്രം സ്വീകരിക്കുക എന്നതിനപ്പുറത്ത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നിലപാടോ ആദർശമോ വിശ്വാസമോ സ്വപ്നത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കണ്ടുമുട്ടും. പ്രവാചകനെ നമുക്ക് സ്വപ്നത്തിലൂടെ ദർശിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് അവൻ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുള്ളത്. കാരണം തീർച്ചയായും പിശാചിന് എന്റെ രൂപം പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്വപ്നങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലൂടെയെങ്കിലും ഒരു തവണ ദർശിക്കുക എന്നുള്ളത്, ഒരു തവണയെങ്കിലും ദർശിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ മഹാ സൗഭാഗ്യം തന്നെയാണ്. ഒരു വിശ്വാസി കൊതിക്കേണ്ട, ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിലൂടെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, സ്വപ്നത്തിൽ
അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അത് റസൂൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം ഓർമ്മപ്പെടുത്തിയത് പിശാചിന് എന്റെ രൂപം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതേസമയം ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന് പ്രവാചകന്റേതല്ലാത്ത രൂപത്തിലൂടെ വന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരികയും നമ്മളോട് പല കാര്യങ്ങളും കൽപ്പിക്കുകയും ചെയ്തേക്കാം. ചിലപ്പോൾ തിന്മ ചെയ്യാൻ, ചിലപ്പോൾ ശറഈന് വിരുദ്ധമായത് എന്തെങ്കിലും ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കാം. അങ്ങനെ കൽപ്പിച്ചാൽ തന്നെ പ്രവാചകന്റെ രൂപമാണോ അല്ലേ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശറഈന് വിരുദ്ധമായ ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ നമുക്കവിടെ ഉറപ്പിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂല് അല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമാണോ എന്നുള്ളത്, നബി പ്രവാചകൻ തന്നെയാണോ എന്നുള്ളത് സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് കണ്ട ആളുകളാണ്, അവർക്ക് ഉറപ്പിക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ രൂപമാണോ എന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, പ്രവാചകന്റെ ശരീരപ്രകൃതികൾ എല്ലാം കൃത്യമായി ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിൽ പ്രവാചകൻ എങ്ങനെയാണോ വർണ്ണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണോ നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് എന്ന് ഉറപ്പിക്കുകയും അതിൽ അറിവ് നേടുകയും ചെയ്താൽ മാത്രമേ പ്രവാചകന്റെ രൂപമാണ് എന്ന്, പ്രവാചകനാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു താബിഈയായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രവാചകനെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, താങ്കൾ ആ കണ്ട രൂപമെന്ന് വർണ്ണിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, താങ്കൾ പ്രവാചകനെ നേരിട്ട് കണ്ടാലും ഇതിനേക്കാളും അപ്പുറത്ത് വർണ്ണിക്കാനൊന്നുമില്ല. കൃത്യമായി താങ്കൾ പ്രവാചകൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ഹദീസുകളിലൂടെ മനസ്സിലാക്കി ഈ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതല്ലാത്ത പക്ഷം നമ്മൾ പ്രവാചകനെ കണ്ടു, സ്വപ്നത്തിൽ വന്ന് പ്രവാചകനാണ് എന്ന് പറയുകയോ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്താൽ, ഞാൻ പ്രവാചകനെ കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു എന്ന് ആളുകളോട് പറഞ്ഞു നടക്കുക നമുക്ക് അനുവാദമുള്ള കാര്യമല്ല. അതിൽ ഉറപ്പ് വരുത്തുക എന്നത് അനിവാര്യമാണ്. അതേപോലെ തന്നെ സ്വപ്നത്തിന്റെ വിഷയത്തിൽ, സാധാരണ വിഷയത്തിൽ കളവ് പറയുന്നതിനേക്കാളും ഗൗരവമാണ് സ്വപ്നത്തിന്റെ വിഷയം. ഞാൻ സ്വപ്നം കണ്ടു, പ്രവാചകനെ സ്വപ്നം കണ്ടു, ഞാൻ ഇന്ന കാര്യങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറയുക എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് സ്വപ്നത്തിന്റെ വിഷയത്തിൽ കളവുമായി നടക്കുന്ന അനേകം ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ വിദ്യാർത്ഥികൾ പ്രചരിപ്പിക്കാൻ, നാട്ടിൽ ജാറങ്ങൾ ഉണ്ടാക്കാൻ സ്വപ്നത്തിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകളുണ്ട്. പിശാച് വന്നുകൊണ്ട് അവരിൽ ദുർമന്ത്രങ്ങൾ നടത്തി അത്തരം പ്രവർത്തനങ്ങൾ സ്വപ്നങ്ങളിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കും. സമൂഹത്തിൽ ഉടലെടുത്തിട്ടുള്ള പല ജാറങ്ങളുടെയും അടിസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ ഏതൊക്കെയോ ആളുടെ മനസ്സുകളിൽ പിശാച് വന്ന് ഇന്നടത്ത് ഇന്ന വലിയനെ അടക്കം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊരു ജാറം ഉണ്ടാക്കണമെന്ന പിശാചിന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും ജാറങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്ത് ആലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളിയിലെ ഇമാമ് സ്വപ്നം കാണുകയാണ്. തൊട്ടടുത്തുള്ള പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്ത് ഇന്ന ഒരു മഹാന്റെ ജാറം അവിടെ പണിയണം എന്ന് സ്വപ്നം കാണുകയും എന്നിട്ട് അവിടെ ജാറം പണിയാൻ വേണ്ടി പള്ളി കമ്മിറ്റിക്കാരെ തീരുമാനിക്കുകയാണ്. സഹോദരന്മാരെ, ഇത്തരത്തിൽ അനിസ്ലാമികപരമായി പിശാച് സ്വപ്നങ്ങളിലൂടെ അനിസ്ലാമികമായ ആചാരങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും പ്രചരിപ്പിക്കാൻ ഇത്തരം ആളുകളിലൂടെ പിശാച് ശ്രമിക്കുന്നു എന്നതും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വപ്നങ്ങൾ സന്തോഷ വാർത്തകൾക്കപ്പുറത്ത് അതിൽ വഞ്ചിതരായിത്തീരുന്ന സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. പക്ഷേ പിശാച് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയും, നീ അള്ളാഹുവിന്റെ വലിയാണ്, നീ ഇനി തെറ്റുകൾ ചെയ്താൽ പോലും അള്ളാഹു നിനക്ക് പുറത്തു തരും. സഹാബാക്കൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ലോകത്ത് നിന്ന് അശ്രീശിക്കേലി കേൾക്കുന്ന രൂപത്തിൽ ഒക്കെ പിശാച് നമ്മുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന ഈ സ്വപ്നത്തിൽ നമ്മളെ വഞ്ചിതരാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ, അനേകം ആളുകൾ വലിയകളാണ്, അള്ളാഹുവിന്റെ വലിയാണ് എന്ന് പറഞ്ഞ് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം തന്നെ പിശാച് അവരുടെ സ്വപ്നത്തിലൂടെ അവരെ വഞ്ചിച്ചതാണ്. സ്വർഗത്തിലാണ്, നീ ഇനി സ്വർഗത്തിലാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഉമ്മ താങ്കളെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായി എൻ്റെ ഉമ്മ സ്വപ്നം കണ്ടിരിക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, ഇതുപോലെ
സഹ്ൽ ബിൻ സലാമയെ കുറിച്ച് ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു. അദ്ദേഹം സ്വർഗത്തിലാണ്, അദ്ദേഹം വലിയാണ്, അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാണ്, ഈ നിലക്കൊക്കെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വഞ്ചിതരാവുകയും പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഖവാരിജി ചിന്താഗതി സ്വീകരിക്കുകയും മുസ്ലിങ്ങളെ തന്നെ അരിഞ്ഞു വീഴ്ത്തുകയും ഒക്കെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്നങ്ങളെ സന്തോഷ വാർത്തകളായി മാത്രം സ്വീകരിക്കുകയും അതിൽ വഞ്ചിതരായി തീരാതിരിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാകട്ടെ ദുസ്വപ്നങ്ങളാകട്ടെ ഓരോ സന്ദർഭത്തിലും നമ്മൾ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പാഠങ്ങൾ എന്തോ അതൊക്കെ കൃത്യമായി പാലിക്കുക. അത് പാലിക്കാതിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളായി പ്രയാസങ്ങളായി മാറുന്നത്. അതുകൊണ്ട് അത്തരം മര്യാദകൾ സ്വീകരിക്കാനും സുന്നത്തുകൾ പാലിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.